Hi students, ഏവർക്കും ഗ്രേഡ് അപ്പ് അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സമകാലികമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളേവരും നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ ഇടപഴകുന്ന ഒരു സാഹചര്യമാണുള്ളത് അല്ലേ? സ്കൂളിലേക്ക് പോകണ്ട, അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിങ്ങളുടെ വീട്ടിനുള്ളിൽ പ്രകൃതിയോട് കൂടുതൽ അടുത്ത് ചെലവഴിക്കുകയാണെന്ന് ഞാൻ കരുതട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാല്യം മുതൽ ഇന്ന് വരെ കഴിഞ്ഞിട്ടുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കൗതുകമുണ്ടാക്കിയ ചില കാര്യങ്ങളെ പ്രതിപാദിക്കുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പച്ചമാങ്ങ തിന്നിട്ടുണ്ടാവും അല്ലെ? പച്ചമാങ്ങ എന്ന് പറയുമ്പോൾ ഒരുപാട് പുളിപ്പുള്ള നല്ല സ്വാദിഷ്ടമായ പല വെറൈറ്റീസ് ഓഫ് പച്ചമാങ്ങകൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുറുക്കനുണ്ട്, പപ്പായുണ്ട്. അപ്പൊ ഈ പച്ചമാങ്ങ നമ്മൾ എങ്ങനെയാണ് ഫ്രണ്ട്സിനോടൊപ്പം ഷെയർ ചെയ്ത് കഴിക്കുന്നത്? പച്ചമാങ്ങ നേരിയ സ്ലൈസുകളായി അരിഞ്ഞിടുന്നു. അതിനുശേഷം അതിൽ കുറച്ച് മുളക്, അതുപോലെ തന്നെ സമത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇവയൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് പെരക്കി എന്ന് പറയും അല്ലെ? നന്നായി പെരക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ നാവിൽ ഒരു കപ്പലോടേണ്ട വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ ഉമിനീർ ഗ്രന്ഥി ധാരാളം ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. കുറച്ച് ബയോളജിക്കലി നമുക്കതിനെ അങ്ങനെ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ പ്രകൃതിയിൽ ഒരുപാട് കൗതുകമുള്ള കാഴ്ചകൾ കാണുന്നുണ്ട് അല്ലെ? ഈ ഇടയ്ക്ക് നിങ്ങൾ പ്രകൃതിയിൽ ഇടപഴകുമ്പോൾ പലതരം ജീവികൾ, അതുപോലെ തന്നെ കൗതുകമേറെ ഇതുവരെ കാണാത്ത ജീവികൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കാഴ്ച എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത്? അതുപോലെ തന്നെ മനോഹരമായ എത്രയോ സംഗീതങ്ങൾ നമ്മുടെ നവമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് എങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു സൗണ്ട് അല്ലെങ്കിൽ എന്താ പറയാ ശബ്ദം നമ്മൾ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ എല്ലാവരും സന്ധ്യാസമയം ഭക്തി നിർഭലമായ ഒരു അന്തരീക്ഷത്തിൽ ചന്ദനത്തിരിയുടെ സുഗന്ധപൂർവമായ ഒരു മണം ആസ്വദിക്കുന്നുണ്ട് അല്ലെ? നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇത് പറയുമ്പോൾ ഓടി എത്തുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരുന്നു? ഓർമ്മിക്കുന്നുണ്ടോ? വളരെ ചൂട് പിടിച്ച മാസങ്ങളാണ് മാർച്ച് ഏപ്രിൽ മാസം അല്ലെ? നിലവിൽ ഈ ഒരു ജൂൺ മാസമാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ശരീരത്തിന് ആകെ മൊത്തം കാല് മുതൽ തല വരെ നല്ലൊരു തണുപ്പ് ആൻഡ് കംഫർട്ട് തോന്നുന്നുണ്ട് ആ ഒരു മാസത്തെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഈ തണുപ്പ് കൂടിയാലോ? നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ മനുഷ്യന് ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ള ഊഷ്മാവിന്റെ വ്യത്യാസത്തിനനുസരിച്ച് പലതും അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പച്ചമാങ്ങ തിന്നുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിനുള്ളിൽ അല്ലെ എൻ്റെ ഉമിനീർ ഗ്രന്ഥികൾ അതിന്റെ പ്രവർത്തന രീതി മാറ്റുകയാണ്. ഞാൻ എൻ്റെ കണ്ണുകളാൽ പല മനോഹരവും കൗതുകവുമായ കാഴ്ചകൾ കാണുന്നുണ്ട്. എൻ്റെ ചെവിടുകൾ അല്ലെ ഇയേഴ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? രസകരമായ പല ശബ്ദവീചികളെയും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ ഏകദേശം ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ പ്രകൃതിയെ അറിയാനും അനുഭവിക്കാനുമുള്ള കഴിവ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഏതൊക്കെ തരത്തിലാണ് അനുഭവം നമുക്ക് സാധ്യമാകുന്നതെന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തല്ലോ. ഇനി എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ അനുഭവങ്ങൾ മനസ്സിലാക്കുന്നത്? നമുക്ക് നോക്കാം. അതായത് പച്ചമാങ്ങ തിന്നുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വായിലുള്ള നാവ് അല്ലെങ്കിൽ ടങ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു കൗതുകമേറിയ കാഴ്ച കാണുകയാണ്, ഏതെങ്കിലും ഒരു ജീവി അല്ലെ ഒരു പക്ഷി ജീവജാലങ്ങളെ കാണുകയാണ്, സിനിമ കാണുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണ് നമ്മുടെ കണ്ണുകളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സംഗീതം കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ചെവിടുകളാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇയേഴ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? സുഗന്ധപൂരിതമായ മണങ്ങൾ, പലതരം ഫ്ലേവേഴ്സ് ഉണ്ട് അല്ലെ? നല്ലതും ചീത്തയുമായ മണങ്ങളുണ്ട്. ഇതൊക്കെ തിരിച്ചറിയാനും മണം അല്ലെങ്കിൽ സ്മെല്ല്, ഗന്ധം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെ നമുക്ക് നമ്മുടെ ശരീരത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ മൂക്ക് അല്ലെങ്കിൽ നോസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവിന്റെ വ്യതിയാനം. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? അതെ, നമ്മുടെ ശരീരം ആകെ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ തൊലി അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുന്ന ഈ ഒരു ഘടകത്തെ കൊണ്ടാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തിൽ അനുഭവപ്പെടാൻ അല്ലെങ്കിൽ പ്രകൃതിയുടെ അനുഭവങ്ങളെ ശരീരത്തിന് ആഗിരണം ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ വേണ്ടി ശരീരത്തിൽ പ്രത്യേക രീതിയിലുള്ള അവയവങ്ങളുണ്ട് എന്ന് ജനറലി നമുക്ക് പറയാം. അപ്പോൾ ഈ അവയവങ്ങളാണ് റെസ്പെക്റ്റീവ്ലി ഐസ്, നോസ്, ഇയേഴ്സ്, സ്കിൻ ആൻഡ്
ഓക്കെ. അപ്പൊ ഈ 5 ഓർഗൻസിനെ നമുക്ക് എന്തായി ക്ലാസിഫൈ ചെയ്യാം? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങളെ ഇംഗ്ലീഷിൽ എന്ത് നമുക്ക് പറയാം? 5 സെൻസറി ഓർഗൻസ്. ഓക്കെ, 5 സെൻസറി ഓർഗൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രകൃതിയിലുള്ള വ്യത്യസ്തവും കൗതുകവുമേറിയ പല അനുഭവങ്ങളും നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഒക്കെ മുൻധാരണയുള്ള കാര്യമായിരിക്കും. ഞാൻ കുറച്ചുകൂടെ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ട് സംസാരിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചർച്ചയിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് ഈ അവയവങ്ങൾ സാധ്യമാക്കി തരുന്നത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു അനുഭവ സമ്പത്ത് നമുക്ക് എങ്ങനെ പോസിബിൾ ആവുന്നു, അനുഗ്രഹീതമായ ഈ അനുഭവം നമുക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബയോളജിയിലുള്ള ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അറിയാനും പ്രതികരിക്കാനും. മലയാളത്തിൽ നമ്മൾ ആ ഹെഡിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അറിയാനും പ്രതികരിക്കാനും. എന്താണ് നമ്മൾ അറിയുന്നത്? ഞാൻ ഈ പറഞ്ഞ പലതരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെ, അതിനനുസരിച്ച് ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ചില പ്രതികരണങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു പച്ചമാങ്ങ കാണുമ്പോൾ എനിക്കൊരു പ്രതികരണം ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഞാനൊരു കാഴ്ച കാണുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെ മനസ്സിൽ, പൊതുവെ പറയുകയാണെങ്കിൽ മനസ്സിൽ ഞാൻ ആ കാഴ്ച കാണുകയാണ്. അല്ലെങ്കിൽ ഒരു സൗണ്ടിനെ നമ്മൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ പ്രതികരണമാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ കണ്ട് അല്ലെ അനുഭവങ്ങളെ അറിയാൻ എങ്ങനെ പറ്റുന്നു, അതിനനുസരിച്ച് ശരീരത്തിന് എങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്നു, അതിന് ശരീരത്തിന് എന്തെങ്കിലും ഒരു വ്യവസ്ഥിതി ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ദ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തും എന്തെങ്കിലും ഒരു പോറൽ പറ്റിയാൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് പുറത്തു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കൊരു രക്തപര്യന വ്യവസ്ഥയുണ്ട്. ഈ രക്തപര്യന വ്യവസ്ഥയിൽ എന്താണ് നടക്കുന്നത്? നമുക്ക് രക്തപര്യന വ്യവസ്ഥയിലൂടെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പോഷകങ്ങളും അതുപോലെ തന്നെ ശരീരത്തിന് ഊർജം പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഘടകങ്ങളും രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് എത്തുന്നത്. നിങ്ങൾ അത് ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട്. ഒരു ധർമ്മം മാത്രമല്ല, ഒരുപാട് ധർമ്മം രക്തപര്യന വ്യവസ്ഥയുണ്ട്. അപ്പൊ രക്തപര്യന വ്യവസ്ഥയെ പോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശരീരത്തിനുള്ളിൽ ഒരു പ്രത്യേക വ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. പ്രകൃതിയിൽ നിന്നുള്ള ഈ വ്യത്യസ്ത തരം അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാവാനും അതിനനുസരിച്ച് അവയവങ്ങൾക്ക് പ്രതികരണങ്ങൾ ഡെവലപ്പ് ചെയ്യാനും വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക വ്യവസ്ഥിതി, രക്തപര്യന വ്യവസ്ഥയെ പോലെ നമുക്കൊരു പ്രത്യേക വ്യവസ്ഥിതി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ വ്യവസ്ഥിതിയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? നർവസ് സിസ്റ്റം, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ നാഡീവ്യൂഹ വ്യവസ്ഥ അല്ലെ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ അറിയാനും പ്രതികരിക്കാനും അല്ലെങ്കിൽ സെൻസസ് ആൻഡ് റെസ്പോൺസ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ വിശദമായി നാഡീ വ്യവസ്ഥയെ പറ്റിയാണ് പഠിക്കുന്നത്. നാഡീ വ്യവസ്ഥയുടെ ഘടന എങ്ങനെയാണ്, അതിലെ ഓരോ അംഗങ്ങൾക്കുമുള്ള പ്രാധാന്യം എന്താണ്, അവരൊക്കെ ചെയ്യുന്നത് എന്താണ്, അവരുടെ ഫങ്ഷനിങ്, ഇവയൊക്കെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകാം. കൗതുകമേറിയ ഈ പ്രകൃതിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ മറ്റ് അനുഭവങ്ങളും ശരീരത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് എന്താണ്? നർവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. നർവ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയാണ് ഈ ഒരു പ്രവർത്തനത്തെ സജ്ജമാക്കുന്നത് ശരീരത്തിനുള്ളിൽ. അപ്പോൾ എങ്ങനെയാണ് നാഡീ വ്യവസ്ഥ ഈ പ്രവർത്തനത്തെ സജ്ജമാക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? അതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഘടന പഠിക്കണം അല്ലെ. അതിനെപ്പറ്റി നമുക്കൊരു ധാരണ വേണം. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ബ്ലഡ് വെസൽസ് എങ്ങനെയാണോ ശരീരത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു വ്യവസ്ഥിതിയും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ബ്ലഡ് വെസൽസിനെ ഏകോപിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ധർമ്മങ്ങളെ ക്രോഡീകരിക്കുന്നത് ആരാണെന്ന് പറയാം? നമുക്ക് ഹൃദയമാണ്. അപ്പൊ രക്തപര്യന വ്യവസ്ഥയുടെ ക്യാപ്റ്റൻ ആരാണെന്ന് പറയാം? നമുക്ക് ഹൃദയമാണ്. കാരണം ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് ആരാണ്?
ഹൃദയമാണ്. ഹൃദയം നിരന്തരം വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡിനെ നിരന്തരം ശരീരത്തിന് ആകമാനം എത്തിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെർവ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയ്ക്കും ഒരു പ്രത്യേക ഘടനയുണ്ട്. നാഡീ വ്യവസ്ഥയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രകൃതിയിലുള്ള ഒട്ടനവധി അനുഭവങ്ങളെ, അത് ഒന്നെങ്കിൽ കാഴ്ചയായിക്കോട്ടെ, അല്ലെങ്കിൽ കേൾവി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്പർശനം, അല്ലെങ്കിൽ ഒരു ടച്ച് ആയിക്കോട്ടെ, അങ്ങനെയുള്ള വൈവിധ്യമാർന്ന അനുഭവങ്ങളെ ശരീരത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും അതിനനുസരിച്ച് ശരീരത്തിന്റെ ഒരു റെസ്പോൺസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ധർമ്മമാണ് നെർവ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് നെർവ് സിസ്റ്റം ഈസ് ദ system which develops response in our body accordance with the senses that we have. ഓക്കെ, അപ്പൊ നെർവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പൊ പറയുമ്പോൾ ആദ്യമായി നമ്മൾ നെർവ് സിസ്റ്റത്തിന്റെ ഘടന നോക്കുകയാണെങ്കിൽ ഈ ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെർവ് സിസ്റ്റത്തിന്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ്, ആദ്യത്തെ ഭാഗമാണ് മസ്തിഷ്കം അഥവാ ബ്രെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. മസ്തിഷ്കം ശരീരത്തിലെ തന്നെ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് മസ്തിഷ്കം. അപ്പോൾ മനസ്സിലാക്കുക, നെർവ് സിസ്റ്റത്തിലുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് മസ്തിഷ്കം. മസ്തിഷ്കമാണ് നെർവ് സിസ്റ്റത്തിന്റെ ക്യാപ്റ്റൻ എന്ന് നമുക്ക് കരുതാം. അപ്പൊ മസ്തിഷ്കമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചില ഘടകങ്ങളെ നമുക്ക് നമ്മുടെ അനുഭവങ്ങളാക്കി മാറ്റിത്തരുന്നത്. അത് ജനറൽ ആയിട്ട് നമ്മളിപ്പോൾ മസ്തിഷ്കത്തെ അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ്, നമ്മുടെ നെർവ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടിൽ ആദ്യമായി വരുന്ന ആളാണ് ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ. ആ ആളെ പേരാണ് സ്പൈനൽ കോഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അവനെ സുഷുമ്ന എന്ന് വിളിക്കുന്നു. സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡ്. അപ്പൊ ഞാനിവിടെ എഴുതാണ്, നെർവ് സിസ്റ്റത്തിലുള്ള രണ്ടാമത്തെ ആളാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന്റെ ധർമ്മം എന്തായിരിക്കും? ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ബ്രെയിൻ കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് സ്പൈനൽ കോഡ് അല്ലെ. സ്പൈനൽ കോഡ് ഇപ്പൊ ബ്രെയിനിൽ നിന്നുള്ള റെസ്പോൺസുകളെ ആഗിരണം ചെയ്ത് മറ്റു ഭാഗങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അതുപോലെ ബ്രെയിനിലേക്ക് ചില കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ജനറൽ ആയിട്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം മൂന്നാമത്തെ ആളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നെർവ് സിസ്റ്റത്തിൽ വരുന്ന മൂന്നാമത്തെ ആളാണ് ആര്? നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും, നെർവ്സ്. ഓക്കെ, നാഡികളായി മൂന്നാമത്തെ പാർട്ടായി നാഡികൾ വന്നു. ഇനി നാഡികളിൽ അവസാനിക്കുന്നത് അല്ലെ, ഒരു നാഡി ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? അതുകൂടെ നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ മനുഷ്യന് ഒരു അനുഭവം സാധ്യമാകുവാൻ വേണ്ടി എവിടെയാണ് ഈ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്? അതാണ് ഇനി നോക്കാൻ പോകുന്നത്. ആ പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? റിസപ്റ്റേഴ്സ്. ശരീരത്തിന്റെ വ്യത്യസ്ത സെൻസറി ഓർഗനുകളിൽ ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് ബേസിക്കലി എന്താണ്? റിസപ്റ്റർ സെൽസുകളാണ്, ഒരു തരം കോശങ്ങളാണ്, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കോശങ്ങളാണ് റിസപ്റ്റർ സെൽസ്. ഇവയെ ഓരോന്നിനെയും നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ഫംഗ്ഷൻ എന്താണ്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് പഠിക്കാം. ജനറലായി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മനസ്സിലാക്കുക, നെർവ് സിസ്റ്റം എന്നത് ഈ ഒരു രീതിയിലാണ് ശരീരമൊത്തെ ആകമാനം വ്യാപിച്ചു കിടക്കുന്നത്. അങ്ങനെയാണ് ശരീരത്തിന്റെ വ്യത്യസ്ത അനുഭവ വീജികളെ കോർത്തിണക്കാൻ ഈ ഘടകങ്ങൾക്ക് കഴിയുന്നത്. ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മനസ്സിലായി എന്ന് കരുതുന്നു. So nervous system mainly consists of four parts, namely brain. We can consider brain as the captain of this nervous system because he will coordinate and control everything that develops inside our body. So brain is the captain or the first major part of a nervous system. Then spinal cord. Spinal cord is an intermediate. We can say that the spinal cord is an intermediate organ that included in the nervous system. Then the spinal cord is subdivided into, or the next part of the nervous system is nerves. ജാലികകളായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം. So nerves are there. Then receptor cell is there. Okay, receptors are the nerves are end in this receptor cell, and we can discuss the function of receptor cell the next moment. ആയിട്ട് നമ്മൾ നാഡീ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തിന്റെ ഘടന എന്താണ്, അതിലുള്ള മേജർ പാർട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി
നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാം. എങ്ങനെയാണ് ഓരോ പാർട്ടുകളിലും കാര്യങ്ങൾ നടക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനം. എന്താണ് സ്റ്റിമുലസ്? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റിമുലസ് എന്താണെന്നുള്ള കൺസെപ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പലതരം അനുഭവങ്ങളിൽ നമുക്ക് ശരീരത്തിന്റെ ഉള്ളിൽ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതായത് ഞാനിപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ചിത്രം കാണുകയാണ്. അപ്പൊ ആ ചിത്രത്തിലുള്ള പ്രകാശരശ്മികൾ എന്റെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴാണ് എനിക്ക് അതിന്റെ പ്രതിബിംബം മസ്തിഷ്കം രൂപപ്പെടുത്തി തരുന്നത്. അപ്പോ ഈ പ്രകാശരശ്മിയാണ് എന്ത് ചെയ്യുന്നത്, എന്റെ ശരീരത്തിൽ ഒരു റെസ്പോൺസിന് കാരണക്കാരനായ ഘടകം. അപ്പോ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത തരം റെസ്പോൺസുകളെ അല്ലെ പ്രതികരണങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രകൃതിയിൽ നിന്ന് ബന്ധപ്പെടുന്ന ഘടകങ്ങളെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് പറയാം, നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ഉണ്ടാവുന്ന ആ ഒരു അനുഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉദ്ദീപനം അഥവാ സ്റ്റിമുലസ് എന്ന് പറയാം. ആ അനുഭവം ഒന്നെങ്കിൽ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലെ ഊഷ്മാവിൽ ഉണ്ടാകുന്ന വ്യത്യാസമാവാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകാശരശ്മിയുടെ വ്യത്യാസമാവാം. അങ്ങനെ അതിന് ഒരു നീണ്ട നിര തന്നെയുണ്ട് ശരീരത്തെ സ്വാധീനിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങൾ. ഇവയെ കോമൺ ആയിട്ട് നമ്മൾ എന്ത് പറയുന്നു, സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നു. ഉദ്ദീപനത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, റെസ്പോൺസസ് ഇൻ അവർ ബോഡി ഡെവലപ്പ് ചെയ്യുന്നത്. We can say that stimuluses are the senses that evoke our responses. അപ്പോൾ സ്റ്റിമുലസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ സ്റ്റിമുലസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ആദ്യത്തെ ആളെന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഈ വ്യക്തി, ഞാൻ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഘടനയ്ക്ക് ഒരു സ്റ്റിമുലസ് കൊടുക്കാൻ പോവുകയാണ്. സ്റ്റിമുലസ് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ, നിങ്ങൾ നോക്കുക, ഞാൻ ഇയാളുടെ കയ്യിലേക്ക് ഒന്ന് ടച്ച് ചെയ്യാണ്. ഇവിടെ ഞാനൊരു സ്റ്റിമുലസ് കൊടുത്തു, അയാളെ ടച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്താണ്, ബാഹ്യമായ ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ടച്ച് ചെയ്യാണ്. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ആ ടച്ച് എന്നുള്ള ഫീല് ശരീരത്തിനുള്ളിൽ മനസ്സിലാവുന്നത്. സ്റ്റിമുലസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള സ്റ്റിമുലസിലുണ്ട്. ഇതിനെ നമ്മൾ ഒന്ന് ക്രോഡീകരിക്കുക അല്ലെങ്കിൽ വർഗീകരിക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ടു തരത്തിലുള്ള സ്റ്റിമുലസിനെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ഇന്റേണൽ സ്റ്റിമുലസ്. What is internal stimulus? Internal stimulus are the stimulus that develops inside our body parts. അതായത് ആന്തരിക അവയവങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റിമുലസുകളെ നമുക്ക് ഇന്റേണൽ സ്റ്റിമുലസ് എന്ന് പറയാം. ഇന്റേണൽ സ്റ്റിമുലസിന് നിങ്ങളൊന്ന് ഒരു ഉദാഹരണം ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വിശപ്പ്, അതുപോലെ നമ്മുടെ എന്താ പറയാ ദാഹം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റേണൽ സ്റ്റിമുലസിന്റെ ഒരു ഉദാഹരണമാണ്. കാരണം ദാഹം എന്നുള്ള ഇങ്ങനെയുള്ള സ്റ്റിമുലസിന്റെ ഫലമായിട്ടാണ് നമുക്ക് അതിനനുസരിച്ച് ഒരു പ്രതികരണം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റിമുലസില് രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ് എന്ത്, എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങളിൽ പലതരത്തിലുള്ള എക്സ്റ്റേണൽ സ്റ്റിമുലസ് നമ്മുടെ ശരീരഘടനയെ ബാധിച്ചിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ശരീരഘടനയുമായി പലതരത്തിലുള്ള എക്സ്റ്റേണൽ സ്റ്റിമുലസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ ഇതിനെ നമ്മൾ ഉദ്ദീപനം എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും എക്സ്റ്റേണൽ സ്റ്റിമുലസിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ? അതെ, ലൈറ്റ് അല്ലെങ്കിൽ വിഷൻ പോസിബിൾ ആക്കുന്ന ലൈറ്റ് എന്താണ്, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരാളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് മനസ്സിൽ ഓർത്ത് നോക്കുക. അങ്ങനെ ആ ഉദാഹരണങ്ങൾക്കനുസരിച്ചിട്ട് ഓരോന്നിനും ഓരോ സ്റ്റിമുലയാണ് സ്വാധീനിക്കുന്നത് അല്ലെ. നമുക്ക് എന്താണ്, ഒരു ശബ്ദവീചി മനസ്സിലാക്കാൻ വേണ്ടി ശബ്ദ തരംഗങ്ങളാണ് സ്റ്റിമുലസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് റേസ് വിഷൻ പോസിബിൾ ആക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രുചി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഉദ്ദീപനങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. വാട്ട് ഈസ് സ്റ്റിമുലസ് ആൻഡ് ദ മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റിമുലസ്. Stimulus are broadly classified into two, that is external stimulus and internal stimulus. What are the peculiarities of external and internal? That's also
അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പറയുന്നത് എന്താണ്? സ്റ്റിമുലസിന് ശേഷം ഈ ഒരു നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ടേമാണ് ഇമ്പൾസ് അഥവാ എന്താണ്? ആവേഗം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇമ്പൾസ് അഥവാ ആവേഗം? എന്താണ് ഇമ്പൾസ്? ഞാൻ ചെറിയ ഒരു ചുരുക്കി പറയാം, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ പറയാം, നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇമ്പൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവേഗം എന്ന് പറയുന്നത് വൈദ്യുത കണങ്ങളാണ്, അല്ലെ വൈദ്യുത ചാർജ് ആണ്. ശരീരത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന വൈദ്യുത ചാർജ് ആണ്. എങ്ങനെയാണ് ഈ ശരീരത്തിനുള്ളിൽ വൈദ്യുത ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു സ്റ്റിമുലൈ ശരീരവുമായി ബന്ധപ്പെടുമ്പോൾ അതാത് സ്ഥലങ്ങളിലുള്ള കോശങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ആവേഗങ്ങളാണ് എന്ത് പറയുന്നത്? ഈ ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ ഇമ്പൾസ് ആർ ദ ഇലക്ട്രിക് ചാർജസ് ദാറ്റ് ആർ ഡെവലപ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് വാട്ട്? സ്റ്റിമുലൈ, അല്ലെ? ഒരു ഉദ്ദീപനത്തിനനുസരിച്ച് ശരീരത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ചില വൈദ്യുത ചാർജ് ആണ് നമുക്ക് ഇമ്പൾസ് എന്ന് പറയാം. ശരീരത്തിനുള്ളിൽ എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പൊ ഇമ്പൾസിനെ പറ്റി നമുക്കിപ്പം മനസ്സിലായി. ഞാനിപ്പോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? അതാണ്. അപ്പോ നേരത്തെ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു എന്താണ്? ഒരു ഉദ്ദീപനത്തെ ആദ്യമായി സ്വീകരിക്കുന്ന ആളായിരുന്നു? അതാണ് റിസപ്റ്റർ സെൽ, അല്ലെ? അപ്പോൾ റിസപ്റ്റർ സെല്ലിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇന്റേണൽ അതായത് ഈ ഒരു ഇമ്പൾസ് എന്താവുന്നത്? രൂപപ്പെടുന്നത്. അതായത് സ്റ്റിമുലസിനെ ഇമ്പൾസ് ആയി കൺവേർട്ട് ചെയ്യുന്ന ഒരു ധർമ്മം റിസപ്റ്റർ സെല്ല് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടേം ആയല്ലോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ് ആണ്. ഇമ്പൾസ് മലയാളത്തിൽ നമ്മൾ അതിനെ ആവേഗം എന്ന് പറയുന്നു. മൂന്നാമത്തെ ടേം ആണ് ആര്? റിസപ്റ്റർ അല്ലെങ്കിൽ റിസപ്റ്റർ സെൽസ്. അപ്പോൾ റിസപ്റ്റർ സെല്ലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് റിസപ്റ്റർ സെല്ലിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മുന്നേ പറഞ്ഞിരുന്നു, ഒരു ഉദ്ദീപനത്തെ ആദ്യമായി സ്വീകരിക്കുന്നത് റിസപ്റ്റർ സെല്ലാണ്. മാത്രമല്ല ഇവിടെ ഇപ്പൊ നമ്മളൊരു പുതിയ ടേം കൂടി പഠിച്ചു. ഇവിടെയാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ഈ ഇലക്ട്രിക് ചാർജ് എന്താണ് ചെയ്യുന്നത് അറിയോ? ഈ ഇലക്ട്രിക് ചാർജ് ഒരു റിസപ്റ്റർ സെല്ലിൽ ഡെവലപ്പ് ചെയ്തതിനു ശേഷം നെർവ് സിസ്റ്റത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുകയാണ്. സഞ്ചരിച്ചിട്ട് എവിടെ എത്തുന്നു? ബ്രെയിനിലെത്തുന്നു. ബ്രെയിനിലെത്തി അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതികരണം ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് തിരിച്ചും വേണ്ടുന്നത് എന്താണോ അതിനനുസരിച്ച് ഒരു ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ ഇമ്പൾസിന്റെ യാത്രയെ പറ്റി നമുക്ക് വരും സമയം ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിലവിൽ മനസ്സിലാക്കുക, റിസപ്റ്റർ സെല്ലാണ് ഒരു ഇമ്പൾസിനെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഹൗ ക്യാൻ വി ഡിഫൈൻ റിസപ്റ്റർ സെൽ? റിസപ്റ്റർ സെൽസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് which receive stimulus and develop impulses. അവരാണ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇമ്പൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്, ആവേഗങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ ചാർജ് ആണ്. ഇലക്ട്രിക്കൽ ചാർജിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ കറണ്ട് അതായത് വൈദ്യുതി ഉപകരണങ്ങളൊക്കെ എന്താണ്? ഇലക്ട്രിക് ചാർജിന്റെ പ്രവർത്തനം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഫിസിക്സിൽ നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മൈന്യൂട്ട് ലെവലിൽ ശരീരത്തിനുള്ളിലുണ്ടാകുന്ന ഇലക്ട്രിക് ചാർജിനാണ് നമ്മൾ ഇമ്പൾസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്, ആവേഗങ്ങൾ. ശേഷം നമ്മൾ റിസപ്റ്ററിനെ പറ്റി പറഞ്ഞല്ലോ. അതായത് റിസപ്റ്ററിനെ പറ്റിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. റിസപ്റ്റർ എന്താണെന്ന് മനസ്സിലായി. ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ഉദ്ദീപനത്തെ ആദ്യമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റിസപ്റ്റർ എന്ന് മനസ്സിലാക്കി, അല്ലെ? അപ്പോ മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലതരം ഉദ്ദീപനങ്ങളുണ്ട്, അല്ലെ? ആ പലതരം ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് പലതരം റിസപ്റ്റർ സെൽസുകളും ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഉണ്ടായിരിക്കണ്ടേ? കാരണം നമ്മുടെ നാവിൽ ഒരു പെർട്ടിക്കുലർ റിസപ്റ്റർ സെല്ലായിരിക്കും, അല്ലെ? നമ്മുടെ മൂക്കിൽ ഒരു പെർട്ടിക്കുലർ റിസപ്റ്റർ സെല്ലായിരിക്കും, കണ്ണില് വേറൊരു തരത്തിലായിരിക്കും. കണ്ണിലുള്ള റിസപ്റ്റർ സെല്ലിന്റെ പ്രത്യേകത എന്തായിരിക്കും? അത് വിഷൻ അല്ലെങ്കിൽ ലൈറ്റ് റേസിനെ ആഗിരണം ചെയ്തുകൊണ്ട് ഇമ്പൾസ് ആക്കാനുള്ള കഴിവുണ്ട്. അവർക്ക് എന്താണ്? ലൈറ്റ് റേസിനെ കൺവേർട്ട് ചെയ്ത് വൈദ്യുത ചാർജുകളാക്കി മാറ്റാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നമുക്ക് വിഷൻ എന്നുള്ള ആ ഒരു കാര്യം പോസിബിൾ ആകുന്നത്. അപ്പോൾ റിസപ്റ്റർ സെല്ലിലും ക്ലാസിഫിക്കേഷൻ ഉണ്ട് അക്കോർഡൻസ് വിത്ത് ദ ഇമ്പൾസസ് ദാറ്റ് ആർ എൻ്റർ ഇൻ ടു അവർ ബോഡി. ഓക്കെ, അതാണ് റിസപ്റ്ററിനെ പറ്റി പറയാനുള്ളത്. റിസപ്റ്ററിനെ പറ്റി പറഞ്ഞല്ലോ. ഇനി റിസപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കുക, റിസപ്റ്ററിൽ ഞാൻ നേരത്തെ കൊടുത്തതുപോലെ ഒരു ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലൈ കൊടുക്കുകയാണ്. സ്റ്റിമുല കൊടുത്തപ്പോൾ ഈ റിസപ്റ്റർ സെൽ എന്ത് ചെയ്തു? ആ സ്റ്റിമുലൈനെ വൈദ്യുത ചാർജുകളായി അല്ലെങ്കിൽ ഇമ്പൾസ് ആയി കൺവേർട്ട് ചെയ്തു. ഓക്കെ, കൺവേർട്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ബ്രെയിനിലേക്ക് എത്തുന്നത്? ആ ഒരു സമയത്താണ് നമ്മൾ ഇതിന്റെ അടുത്ത ടേം അല്ലെങ്കിൽ അടുത്ത ഘടകത്തെ പറ്റി പഠിക്കുന്നത്. ജനറലി നമ്മൾ പറഞ്ഞു നെർവ്സ് ആണ് അതിന് സഹായിക്കുന്നത് അല്ലേ? അപ്പൊ നെർവ്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെർവ്സ് എന്ന് വെച്ചാൽ ശരീരം ആകമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ നെർവ്സ് ഡെവലപ്പ് ചെയ്തത് എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ്? അപ്പൊ മനസ്സിലാക്കുക, മനുഷ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ നെർവ് സിസ്റ്റത്തിന്റെ നെർവ്സ് അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന കോശം അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. ഓക്കെ, ന്യൂറോൺസ് ആണ് ഈ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്ന് നമുക്ക് പൂർണ്ണമായും പറയാം. അപ്പൊ ന്യൂറോൺസിനെ നിങ്ങൾക്ക് കാണണ്ടേ? ഈ ബ്ലൂ ലൈൻസ് ഒക്കെ കാണിക്കുന്നത് നെർവ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. നെർവ്സ് ഡെവലപ്പ് ചെയ്തത് എന്താണ്? അനേകായിരം ന്യൂറോൺസുകൾ അടുപ്പിച്ച് വെച്ചിട്ടാണ്. അപ്പൊ ഈ പൊതുവെ സെൽസിന് ഒരു അതിന്റെ ധർമ്മത്തിനനുസരിച്ച് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും. സെൽസിന്റെ അല്ലെങ്കിൽ എന്താണ് ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു ഷേപ്പാണ്. നിങ്ങൾക്ക് കാണാൻ കൗതുകമേറിയതും അതുപോലെ തന്നെ പഠിക്കാൻ വളരെ പെട്ടെന്ന് കഴിയുന്നതുമായ ഒരു ഘടനയാണ് ന്യൂറോൺസിന് ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി ന്യൂറോൺസിനെ പറ്റി പഠിക്കാലോ. അപ്പൊ നാലാമത്തെ ഘടകമായ ന്യൂറോൺസ്. എന്താണ് ന്യൂറോൺസ്? ആ ടേം മനസ്സിലാക്കി അല്ലെ? ന്യൂറോൺസ് പഠിക്കാനുള്ളത് നെർവ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന ഘടകമായ ന്യൂറോൺസിനെ പറ്റിയിട്ടാണ്. സോ വി കൻ ഡിഫൈൻ ദാറ്റ് ന്യൂറോൺ ഈസ് ദ ബേസിക് പാർട്ട് ഓർ ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ and integral part of a nervous system. And now we can discuss about the functioning of a neuron. So in order to study the functioning of neuron, we have to study the parts which are incorporated in neurons. So നിലവിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ ഇനി ന്യൂറോണിന്റെ ഘടനയെ പറ്റി പഠിക്കാം. അപ്പോൾ ന്യൂറോൺ എങ്ങനെയാണ്, അതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അപ്പോൾ ആ ക്ലാസ്സിലേക്ക് പോവാം. സോ നെർവ് സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകമായ ന്യൂറോൺസിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ന്യൂറോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഈ നെർവ് ജാലികകൾ, നേരത്തെ വരച്ച ചിത്രത്തിലുള്ള നെർവ് ജാലികകളുടെ ഒരു അടിസ്ഥാന ഘടകമാണ്. ഓരോ ന്യൂറോൺസും അടുക്കി വെച്ചിട്ടാണ് ഒരു വലിയൊരു നെർവ് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് അതിന്റെ ഫണ്ടമെന്റൽ സെല്ലാണെന്ന് പറയാം, അല്ലെങ്കിൽ ബേസിക് സെല്ലാണെന്ന് പറയാം. അപ്പൊ ന്യൂറോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ രീതിയിലാണ്. മാത്രമല്ല, ന്യൂറോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന പാർട്ടുകൾ ഞാൻ ബോർഡിന്റെ വലതുവശത്തായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ന്യൂറോണിനെ പറ്റി പറയുകയാണെങ്കിൽ, ന്യൂറോണിന്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി. മറ്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കോശങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ആണ് ന്യൂറോൺ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ ന്യൂറോണിന്റെ ഫസ്റ്റ് സ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യമായി ഇവിടുന്ന് തന്നെ തുടങ്ങട്ടെ. ഈ ഒരു പോയിന്റ് നിന്ന് തുടങ്ങാം അല്ലെ? ഒരു ന്യൂറോണിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അതായത് ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു സബ് ഡിവിഷനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദിസ് ഈസ് ദ ഡെൻഡ്രൈറ്റ് പോർഷൻ. ഓക്കെ, ഇതിനെ നമുക്ക് 1 എന്ന് എഴുതി മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ. സോ ഡെൻഡ്രൈറ്റ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഡെൻഡ്രൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ഡെൻഡ്രൈറ്റ് ആണ് ആദ്യമായി ഒരു ഉദ്ദീപനത്തെ റിസീവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡെൻഡ്രൈറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ന്യൂറോൺ which receives impulses from other neuron. ഒരു മറ്റൊരു ന്യൂറോണിൽ നിന്ന് അല്ലെങ്കിൽ സമീപത്തുള്ള ജംഗ്ഷനിൽ നിന്ന് ഇമ്പൾസുകളെ ആഗിരണം ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റ് എന്നുള്ള ന്യൂറോണിന്റെ ആദ്യത്തെ പാർട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം ഡെൻഡ്രൈറ്റിനെ പറ്റി പഠിച്ചല്ലോ. ഇനി ഈ ഡെൻഡ്രൈറ്റിന്ന് എവിടെയൊക്കെയാണ് ഇത് പോകുന്നത്, അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് സെക്കൻഡ് പാർട്ടായ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെൻഡ്രൈറ്റുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബണ്ടിൽ ഷേപ്പിൽ ഈ ഒരു സെഗ്മെന്റിൽ കാണുന്നതാണ് ഡെൻഡ്രോൺ. സോ ഹൗ ക്യാൻ വി ഡിഫൈൻ ഡെൻഡ്രോൺ? ഡെൻഡ്രോൺ ഈസ് ദ ഇലോങ്ങേഷൻ ഓഫ് ദിസ് പാർട്ട്. ദിസ് പാർട്ട് ഈസ് കോൾഡ് cell body. So dendron is the elongation of cell body which receives impulses from dendrite. Dendrite il ninnu impulse receive cheyna neurons inde oru part aanu dendrite. Dendrite develop cheythathu evidunnaanu? Cell body il ninnulla cheriyoru extension allengil elongation aanu, cheriyoru elongation aanu dendrite ennu namakku classify cheyam. appo neurons ilude endana transmit cheyyunnathu? Impulses aanu alle, ആവേഗങ്ങളാണ്. ആവേഗങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് വൈദ്യുത ചാർജുകളാണ് അല്ലെ? അപ്പൊ ഉദ്ദീപനങ്ങളും ഇമ്പൾസസും തമ്മിൽ, അല്ലെങ്കിൽ എന്താണ്, സ്റ്റിമുലസും ഇമ്പൾസും തമ്മിൽ മാറിപ്പോകാതിരിക്കുക, ഇതിലൂടെ പാസ് ചെയ്യുന്നത് ഇമ്പൾസസ് ആണ്, ആവേഗങ്ങൾ അല്ലെങ്കിൽ വൈദ്യുത ചാർജുകളാണ്. വൈദ്യുത ചാർജുകൾ ഇപ്പോ ഡെൻഡ്രോണിലെത്തിയല്ലോ. ഡെൻഡ്രോണിന് ശേഷം നമ്മൾ പറയാണ് സെൽ ബോഡി. ഏതൊരു കോശങ്ങളെയും പോലെ അതിന്റെ ഒരു അടിസ്ഥാന സ്ട്രക്ചർ ആണ് അതിന്റെ സെൽ ബോഡി. സെൽ ബോഡി അതിന്റെ എന്താണ്?
ന്യൂക്ലിയസ് കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, സെൽ ബോഡിയുടെ സ്ട്രക്ചർ, ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ അത് കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൈറ്റോപ്ലാസം. ഒരു കോശത്തിന്റെ എല്ലാ പെക്യുലാരിറ്റിയും അല്ലെങ്കിൽ സവിശേഷതകളും ഇവിടെ സെൽ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ മൂന്നാമത്തെ പാർട്ടായിട്ട് നമ്മൾ സെൽ ബോഡിനെ പഠിക്കുന്നു. സെൽ ബോഡി ഈസ് ദ പാർട്ട് ഓഫ് ന്യൂറോൺ വിച്ച് റിസീവ്സ് സ്റ്റിമുലസ് ഓർ നോട്ട് സ്റ്റിമുലസ് which receive impulse from the dendron. Okay, dendronil നിന്ന് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? ദിസ് സെൽ ബോഡിയാണ്. സെൽ ബോഡിയിൽ നിന്ന് ഇനി ആവേഗങ്ങൾ എങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് തന്നെ അനുമാനിക്കാമല്ലോ. ഞാൻ ഇവിടെ ഏറോ മാർക്ക് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ, മറ്റൊരു കളർ യൂസ് ചെയ്ത് ഏറോ മാർക്ക് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ആദ്യം നമ്മുടെ ഡെൻഡ്രൈറ്റിലെത്തി, പിന്നെ ഡെൻഡ്രോണിലേക്ക് എത്തി, പിന്നീട് അത് എവിടത്തേക്ക് എത്തുന്നു? സെൽ ബോഡിയിലേക്ക് എത്തുകയാണ്. സെൽ ബോഡിയിൽ നിന്ന് പിന്നെ അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കാണാം അല്ലെ, ഒരു നീണ്ട പാർട്ടാണ് കാണുന്നത് അല്ലെ. ഈ നീണ്ട പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സോൺ എന്ന് വിളിക്കുന്നത്. ആക്സോൺ എന്ന് വിളിക്കുന്നത്. സോ ആക്സോൺ ഈസ് ദ പാർട്ട് ഓഫ് ന്യൂറോൺ വിച്ച് ഹാസ് എ ലോങ്സ്റ്റ് സെക്ഷണൽ which is the longest section. ഒരു ലോങ്സ്റ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണെന്ന് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. which is started from where? സെൽ ബോഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലോങ്സ്റ്റ് സെക്ഷൻ ആണ് എന്ത്? നമുക്ക് ആക്സോൺ എന്ന് പറയാം. സോ ആക്സോൺ എവിടെ നിന്നാണ് ഇമ്പൾസിനെ സ്വീകരിക്കുന്നത്? സെൽ ബോഡിയിൽ നിന്നാണ് ഇമ്പൾസിനെ സ്വീകരിക്കുന്നത്. അപ്പൊ ആക്സോണിനെ പറ്റി മനസ്സിലായല്ലോ. ആക്സോൺ എന്ന് പറയുന്നത് ന്യൂറോണിന്റെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ്, വലിപ്പമേറിയ പാർട്ടാണ്, സെൽ ബോഡിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാർട്ടാണ്. ഇത് സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസിനെ, ആവേഗങ്ങളെ റിസീവ് ചെയ്ത് അതിന്റെ അനുബന്ധ ഘടകങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അനുബന്ധ ഘടകങ്ങൾ. അതിനു മുന്നേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ചിത്രത്തില് ആക്സോണിന് മാത്രമായി നിങ്ങൾ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടാവും അല്ലെ. ഞാൻ ഇവിടെ ബ്ലാക്ക് കളറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആക്സോണിനെ ചുറ്റി എന്തോ ഒരു ഘടന സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഘടന? നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ഈ ഘടന എന്ന് പറയുന്നത് ഇത് ഒരു തരം സെല്ലാണ്, ഒരു തരം എന്താണ് കോശങ്ങളാണ്. ഈ ആക്സോണിന്റെ ഉപരിതലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഷ്വാൻ സെല്ലാണ് അടുത്ത ന്യൂറോണിന്റെ ഘടകം. ന്യൂറോണിന്റെ അടുത്ത ഘടകമായ ഷ്വാൻ സെൽ എന്താണ്? ദീസ് ആർ ദ സെൽ ദാറ്റ് പ്രസന്റ് ഓൺ ദ ഔട്ടർ സർഫേസ് ഓഫ് ആക്സോൺ. ആക്സോണിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള സെൽസുകളാണ് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെല്ലിന്റെ സ്വഭാവ സവിശേഷത അറിയണ്ടേ? ഷ്വാൻ സെൽ എന്ന് പറയുന്നത് ലിപ്പിഡ് മെംബ്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു വഴുവഴുത്ത അല്ലെങ്കിൽ കൊഴുത്ത ഒരു ലിപ്പിഡ് മെംബ്രെയിൻ ആണ് ഈ ഷ്വാൻ സെല്ലുകൾ കൂടിച്ചേർന്നിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷ്വാൻ സെല്ല് ഒന്നിനു പിറകെ ഒന്നായി അടുക്കി അടുക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? അവിടെ അതിന്റെ ഒരു ലെയർ ഡെവലപ്പ് ചെയ്യാണ് അല്ലെ. ഷ്വാൻ സെല്ല് ഒന്നിനു പുറകെ ഒന്നായി അടുക്കി വെക്കുന്ന ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആക്സോണിന്റെ ഒരു പരിച്ഛേദമാണെന്ന് വിചാരിക്കുക. അപ്പോ ഇതിന് ചുറ്റും ഷ്വാൻ സെല്ല് സ്ഥിതി ചെയ്യാണ്. അതിന്റെ ടോട്ടൽ എഫക്റ്റ് ആയിട്ട് അതിന് ചുറ്റും എന്താണ്? ഒരു ലെയർ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഒരു ലെയർ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഷ്വാൻ സെല്ല് കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്നതാണ് മൈലിൻ ഷീത്ത് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഷ്വാൻ സെല്ലുകൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്തിനു ചുറ്റുമാണ്? ആക്സോണിന് ചുറ്റും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മൈലിൻ ഷീത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഈ ഷ്വാൻ സെല്ല് ആക്സോണിന് എന്തിനാണ് പ്രൊവൈഡ് ചെയ്തതെന്നുള്ള ചോദ്യത്തിന് സ്വാഭാവികമായും നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടി വരും. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഷ്വാൻ സെല്ലിന് ഇതിന്റെ ന്യൂക്ലിയസ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എന്തിനായിരിക്കും ഷ്വാൻ സെൽസ് ഈ ഒരു ഇത്രയും ലോങ്സ്റ്റ് പാർട്ടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? കാരണം ഒരു ലോങ്സ്റ്റ് പാർട്ടിലൂടെ നമ്മൾ ഇതിന്റെ ധർമ്മം എന്താണ്? ആക്സോണിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്, ഇമ്പൾസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അതിന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ അതിന്റെ റേറ്റ് ത്വരിതപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് ഈ ഷ്വാൻ സെല്ലുകൾ നിർമ്മിതമായ മൈലിൻ ഷീത്ത് വഹിക്കുന്നുണ്ട്. അപ്പൊ മൈലിൻ ഷീത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആക്സിലറേറ്റ് ഇമ്പൾസസ്. അത് ആവേഗങ്ങളെ ത്വരിതപ്പെടുത്തുന്നു. ഇനി രണ്ടാമതായി നമുക്ക് പറയുകയാണെങ്കിൽ നോക്കിയേ, ഈ ഷ്വാൻ സെല്ല് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ധർമ്മം ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയോ? അതായത് ഈ ആക്സോൺ
മെമ്പേഴ്സിന് വേണ്ടുന്ന ഓക്സിജനും ന്യൂട്രിയൻസും, അതെ, അതിനെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെ, അതുപോലെ തന്നെ ഓരോ ജീവി വർഗവും ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ അതിന്റെ അടിസ്ഥാന ഘടകങ്ങളിലും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ആക്റ്റീവായി നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഓക്സിജനും ന്യൂട്രിയൻസും വേണം. ഓക്സിജനും ന്യൂട്രിയൻസും എത്തിയാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ, അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഷ്വാൻ സെല്ലാണ് ഈ ആക്സോൺ മെമ്പറിന് എത്തിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ ധർമ്മം നമ്മൾ പഠിച്ചല്ലോ. സോ Schwann cells or the myelin sheath, through the myelin sheath, the oxygen and nutrients reached to the axon. The part of neuron is ഈ പാർട്ടിലാണ് എത്തുന്നതെന്ന് മനസ്സിലാക്കാം. ആക്സോണിന് ഉപരിതലത്തിൽ മാത്രമായാണ് ഈ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും ഈ മൈലിൻ ഷീത്തിന്റെ ഒരു ആവരണം കാണപ്പെടുത്തുന്നുണ്ട്. മൈലിൻ ഷീത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇതിന് ഷൈ വൈറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ ആക്സോൺ എന്നുള്ള പാർട്ട് നല്ല തിളക്കമുള്ള വെളുത്ത നിറത്തിൽ നമുക്ക് കാണപ്പെടാൻ പറ്റും. ഇത് ബ്രെയിനിലും കാണപ്പെടുന്നുണ്ട്. ബ്രെയിനിൽ കാണുമ്പോൾ ഇതിന് ഈ ഒരു ഷീത്തിന്റെ പേര് മാറ്റമാണ്. അതായത് ഒളിഗോ ഡെൻഡ്രോസൈറ്റ് അങ്ങനെയുള്ള ഒരു പേരാണ്. അത് നമുക്ക് ബ്രെയിനിനെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാവാം. ഇതിന്റെ സാന്നിധ്യത്തിന്റെയും അസാന്നിധ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ബ്രെയിനിന് രണ്ട് വർഗീകരണം അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ഭാഗങ്ങളെ വർഗീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഇപ്പം നിലവിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? മൈലിൻ ഷീത്തിനെ പറ്റിയാണ്. മൈലിൻ ഷീത്തിന്റെ അടിസ്ഥാന ഘടകം ഷ്വാൻ സെല്ലാണ്. ഇതൊക്കെ ന്യൂറോണിന്റെ പാർട്ടായി വരുന്നതാണ്. അപ്പൊ അഞ്ചാമതായി നമ്മൾ ഷ്വാൻ സെല്ലിനെ പഠിച്ചു. ഷ്വാൻ സെല്ലിന്റെ ക്ലസ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ കൂട്ടം കൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്? മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നുണ്ട്. മൈലിൻ ഷീത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ധർമ്മങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാലോ. ഫസ്റ്റ് ധർമ്മം എന്ന് പറയുന്നത് ഇത് ആക്സിലറേറ്റ് ഇമ്പൾസസ് ആണ്. സെക്കൻഡ് ധർമ്മം എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ഇറ്റ് വിൽ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ആക്സോൺ മെംബ്രെയിൻ. ഓൾസോ ഇറ്റ് വിൽ ബി ഹെൽപ്പ് ഫോർ ഷോക്ക് പ്രിവെൻഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോക്ക്, എന്തെങ്കിലും ഒരു ആഘാതങ്ങളെ പ്രിവെന്റ് ചെയ്യാനും കൂടി ഈ ഷീറ്റ് ഇതിനെ സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൂടി ഒരു പോയിന്റ് ആണല്ലോ. അപ്പൊ 3 പോയിന്റ് മനസ്സിലായല്ലോ. അതാണ് മൈലിൻ ഷീത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. മൈലിൻ ഷീത്ത് ഉണ്ടായത് ഷ്വാൻ സെല്ലിനാണ്. അങ്ങനെ ആക്സോണിലൂടെ പാസ് ചെയ്ത ആവേഗങ്ങൾ പിന്നെ എത്തുന്നത് എവിടെയായിരിക്കും? ഈ ഒരു പാർട്ടിലായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോണിൽ നിന്ന് ആക്സോണൈറ്റിലേക്കാണ് എത്തുന്നത്. ആറാമത്തെ പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നു ആക്സോണൈറ്റ്. What is axonite? Axonite is the ending portion of axon, or it is the branches of axon where the impulses reaches from cell body. അല്ലെങ്കിൽ ആക്സോണിൽ നിന്നുള്ള ഇമ്പൾസസ് റിസീവ് ചെയ്യുന്ന ആളാണ് ആര്? ആക്സോണൈറ്റ്. അത് എന്താണ്? ആക്സോൺ വിഭജിച്ച് ബ്രാഞ്ചസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഓക്കെ, അപ്പൊ ആക്സോണൈറ്റിനെ നമ്മൾ പഠിച്ചു. ആക്സോണൈറ്റിൽ ആവേഗം എത്തി. ആക്സോണൈറ്റിൽ എത്തുമ്പോഴത്തേക്ക് എന്താണ് പ്രത്യേകത? മൈലിൻ ഷീത്തിന്റെ ഒക്കെ ഒരു പ്രഭാവം, അതിന്റെ ഒരു പ്രസൻസ് കാരണം അല്ലെങ്കിൽ സാന്നിധ്യം കാരണം ഈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ആവേഗങ്ങളാണ് എവിടെ എത്തുന്നത്? നമ്മുടെ ആക്സോണൈറ്റിൽ എത്തുന്നത്. ആക്സോണൈറ്റിൽ നിന്ന് പിന്നെ അത് എവിടേക്ക്? ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സ്. കണ്ടില്ലേ? ഒരു കറുപ്പ് മാർക്കിൽ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്നുകൊണ്ട് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ബോൾ ലൈക്ക് സ്ട്രക്ചർ. ദാറ്റ് ഈസ് ആക്സോണൈറ്റിന്റെ ടിപ്പുകൾ ബോൾ ലൈക്ക് സ്ട്രക്ചറിലാണ് കാണിച്ചിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ പറയുന്നത് സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഒരു ന്യൂറോണില് ഇമ്പൾസ് എത്തിയതിനു ശേഷം ഫൈനലി അത് റീച്ച് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് വിൽ റീച്ചസ് ടു സിനാപ്റ്റിക് നോബ്. വാട്ട് ഈസ് ദ function of synaptic nerve, or what is the specialty of synaptic nerve? Synaptic nerve will be provide അല്ലെങ്കിൽ എന്താ പറയാ, synaptic node produce certain kind of chemical substances. ഒരു പ്രത്യേക രീതിയിലുള്ള രാസപദാർത്ഥങ്ങൾ കിട്ടുന്ന ആവേഗത്തിന്റെ തോതനുസരിച്ച് ഈ സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നുണ്ട്? രാസപദാർത്ഥങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രാസപദാർത്ഥങ്ങളെ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ന്യൂറോണ് ഇവിടെ എൻഡ് ചെയ്തല്ലോ. അപ്പൊ ഈ ന്യൂറോണ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ന്യൂറോണും ഈ ന്യൂറോണും തമ്മിലുള്ള ഈ എൻഡിങ്ങിൽ അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് വരുന്നതും ഈ ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബ് തമ്മിലുള്ള ഒരു ജംഗ്ഷൻ പോർഷൻ വരുന്നുണ്ട്. ഓരോ ന്യൂറോണിനും ഇടയിലുള്ള ആ ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് പഠിക്കാം. അപ്പൊ ആ ഒരു ജംഗ്ഷനിലേക്ക് കിട്ടുന്ന ആവേഗത്തിന്റെ തോതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കെമിക്കൽ ട്രാൻസ്മിറ്റർ. കാരണം ഇവിടെ ഒരു ബ്രേക്ക് വരികയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ തരംഗങ്ങളെ അല്ലെങ്കിൽ ഈ വൈദ്യുത ചാർജുകളെ അടുത്ത പോർട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർക്ക് എന്ത് ചെയ്യണം? ഒരു രീതിയിലുള്ള ഒരു കൺവേർഷൻ പോസിബിൾ ആണ്. കാരണം ഡയറക്റ്റ് കണക്ഷൻ വരുന്നില്ല, അവിടെ ഒരു ജംഗ്ഷൻ ആണ്. അപ്പൊ ആ ജംഗ്ഷനിൽ ഇവർ എന്ത് ചെയ്യുന്നറിയോ? ഒരു പ്രത്യേക രീതിയിലുള്ള
കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് നിങ്ങൾക്ക് ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡോപ്പമീൻ അങ്ങനെയൊക്കെ പറയുന്നത് ഓരോ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ തരം കെമിക്കലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ എന്താ പറയാ, ന്യൂറോ ട്രാൻസ്മിറ്റർ ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിനാപ്റ്റിക് നോബ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് at the joining അല്ലെങ്കിൽ at the junction of two neurons. ഓക്കെ, രണ്ട് ന്യൂറോണുകളുടെ ജംഗ്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന രാസവസ്തുവിനെ നമുക്ക് എന്ത് പറയാം, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയാം. അതൊരു രാസവസ്തുവാണെന്ന് മനസ്സിലാക്കുക. ആ രാസവസ്തുവാണ് അടുത്ത ഡെൻഡ്രൈറ്റിന്റെ മുകളില് പുതിയൊരു ഡെൻഡ്രൈറ്റിന് ഒരു എന്താണ് വൈദ്യുത ചാർജ് ഡെവലപ്പ് ചെയ്യാനുള്ള ശക്തി കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആക്സോണൈറ്റ് കഴിഞ്ഞ് സിനാപ്റ്റിക് നോബ് പഠിച്ചല്ലോ. വാട്ട് ഈസ് സിനാപ്റ്റിക് നോബ് എന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ലാസ്റ്റ് അതിനിടയിൽ പറഞ്ഞിരുന്നു സിനാപ്റ്റിക് നോബിന്റെ അടുക്ക ഒരു ന്യൂറോൺ എൻഡ് ആണ്. അതിന് അടുത്ത് മറ്റൊരു ന്യൂറോൺ ആണ് ഇതേ സ്ട്രക്ചറിൽ വരും. മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് വന്ന് നിൽക്കും. അപ്പോൾ അതിനിടയിൽ ഒരു ജംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ജംഗ്ഷനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഇപ്പോൾ വിശദമായി നോക്കാം. സോ ന്യൂറോണിന്റെ സ്ട്രക്ചറൽ സവിശേഷതകൾ അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ലെങ്കിൽ പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പഠിക്കുമ്പോൾ ചിത്രം വരച്ച് തന്നെ പഠിക്കുക. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് PDF കോപ്പി റെഫർ ചെയ്യുക. അതിനുശേഷം വരച്ച് പഠിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ അത് തങ്ങി നിൽക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു രണ്ട് ന്യൂറോണുകൾക്കിടയിൽ ഒരു ജംഗ്ഷൻ വരികയാണ്. അവർ പരസ്പരം കണക്ട് ചെയ്തിട്ട് നിൽക്കുന്നില്ല, നേരെ മറിച്ച് എന്താണ്, അവിടെ ഒരു ജംഗ്ഷൻ വരികയാണ്. ആ ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ഈ സിനാപ്സിന്റെ ഒരു എൻലാർജ്ഡ് വ്യൂ ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മൾ പഠിക്കുന്നത് സിനാപ്സിനെ പറ്റിയാണ്. എന്താണ് സിനാപ്സ്? അപ്പൊ ഈ ഒരു റീജിയനെ, രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ഈ റീജിയനെ നമുക്ക് എന്ത് വിളിക്കാം, സിനാപ്സ് എന്ന് വിളിക്കാം. അപ്പൊ സിനാപ്സിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും, or how can we define synapse? Synapse is a junction between two neurons, or synapse is a junction between neuron and a muscle fiber, or a neuron and a gland. അതായത് ഒരു പേശിയുടെയും ഒരു ന്യൂറോണിന്റെ ഇടയിലോ അല്ലെങ്കിൽ രണ്ട് ന്യൂറോണിനിടയിലോ അല്ലെങ്കിൽ ഒരു ന്യൂറോണിന്റെയും ഒരു ഗ്രന്ഥിയുടെ ഇടയിലോ ഈ സിനാപ്സ് എന്ന ജംഗ്ഷൻ കാണപ്പെടുന്നു. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സിനാപ്സ്? The synapse is a junction where neurotransmitter chemical substances are provided or produced, so that the signal from one neuron will transmitted to the next neuron effectively. Okay, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നുള്ള രാസപദാർത്ഥത്തിന്റെ സഹായത്താൽ ഒരു ന്യൂറോണിൽ നിന്നുള്ള ആവേഗങ്ങളെ മറ്റൊരു ന്യൂറോണിലേക്ക് എത്തിക്കാൻ ഈ സിനാപ്സ് എന്നുള്ള ജംഗ്ഷന് വളരെ ഒരു പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? അപ്പൊ സിനാപ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് നോക്കുക. ഇവിടെ സിനാപ്റ്റിക് നോബാണ്, ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സിനാപ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദിസ് ഇമ്പൾസസ്. ഈ ഇമ്പൾസസിന്റെ സ്പീഡും ഡയറക്ഷനും റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ സിനാപ്റ്റിക് ജംഗ്ഷന് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ സിനാപ്റ്റിക് ജംഗ്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ഏതാണ്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡോപ്പാമൈൻ അല്ലെങ്കിൽ അസറ്റോകൊളൈൻ ഒക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്. അതുകൂടി പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇതാണ് സിനാപ്സ് എന്നുള്ള ജംഗ്ഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഏകദേശം കണക്ഷൻ ആയല്ലോ, രണ്ട് ന്യൂറോൺസ് തമ്മിൽ കണക്റ്റഡ് ആയി. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് എങ്ങനെയാണ് ആവേഗം പുറത്തേക്ക് പോകുന്നത്, നമുക്കൊരു ഫ്ലോ ചാർട്ടായി നമുക്കതൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം അല്ലെ.
സോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് അനലൈസ് ചെയ്യാം, അതുപോലെ തന്നെ കൺക്ലൂഡ് ചെയ്യാം. ഈ സമയത്തിൽ നമ്മൾ പഠിച്ചത് നെർവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. നെർവ് സിസ്റ്റത്തിൽ എന്തിനാണ് മനുഷ്യ ശരീരത്തിൽ നെർവ് സിസ്റ്റം എന്നുള്ള അല്ലെങ്കിൽ നാഡി വ്യവസ്ഥ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പാർട്ടുകളാണ് പ്രധാനമായും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഈ പ്രധാനപ്പെട്ട പാർട്ടുകളുടെ സബ് പാർട്ടുകളായി അല്ലെങ്കിൽ അതിന്റെ ഘടന ഉള്ളിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഇതുവരെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. ഒരു ഉദ്ദീപനം എന്ന് പറഞ്ഞ ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലൈനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിമുലൈ ആണ് എവിടെ വന്ന് മനുഷ്യ ശരീരത്തിലുള്ള റിസപ്റ്റർ സെല്ലുകളിലേക്ക് എത്തുന്നത്. റിസപ്റ്റർ സെല്ലിന് ശേഷം അത് എന്ത് ചെയ്യുകയാണ്, ഈ സ്റ്റിമുലസിനെ റിസപ്റ്റർ സെല്ലുകൾ ഇമ്പൾസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ്. ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്, വൈദ്യുത ചാർജ് ആണ്. ഈ ഇമ്പൾസിനെ പിന്നീട് ആരാണ് റിസീവ് ചെയ്യുന്നത്, ന്യൂറോൺസ് അല്ലെ. നെർവ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ന്യൂറോൺസ് ആണ് റിസീവ് ചെയ്യുന്നത്. അപ്പൊ ന്യൂറോൺസിന്റെ സബ് പാർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തതാണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് മുതൽ നമുക്ക് ന്യൂറോണിന്റെ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് പറയാം അല്ലെ. അപ്പൊ ഇമ്പൾസ് പിന്നെ എവിടെ എത്തുന്നു, ഡെൻഡ്രൈറ്റിലേക്ക് എത്തുകയാണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിൽ എത്തുന്നു. ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് എത്തുന്നു. സെൽ ബോഡിയിൽ നിന്ന് എവിടത്തേക്ക് എത്തുന്നു, ആക്സോണിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആക്സോണിൽ എത്തിയത് ആക്സോണൈറ്റിൽ എത്തുന്നു. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിന്റെ ഡെഫിനിഷനും നമ്മൾ ഡീൽ ചെയ്തതാണ്. ആക്സോണൈറ്റിൽ നിന്ന് പിന്നെ ഫൈനലി it will reaches at സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിലേക്കാണ് അത് റീച്ച് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ എത്തുന്നത്. സിനാപ്റ്റിക് നോബിൽ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലേക്ക് എന്താണ്, വൈദ്യുത ആവേഗങ്ങളാണോ എത്തിക്കുന്നത്? അല്ല, അവിടെ ഈ വൈദ്യുത ആവേഗങ്ങളുടെ പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ ആവേഗങ്ങളുടെ പ്രസൻസ് കൊണ്ട് എന്തുണ്ടാവുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നുള്ള രാസപദാർത്ഥങ്ങൾ, കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു. ഡോപ്പാമീൻ അല്ലെങ്കിൽ അസറ്റാകൊളൈൻ എന്നൊക്കെയാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഡോപ്പാമീൻ, അസറ്റാകൊളൈൻ പോലുള്ള രാസവസ്തുക്കൾ സിനാപ്സിൽ എത്തിയതിനു ശേഷം എന്താണ് ഈ ഒരു പ്രവർത്തനം ഓരോ ന്യൂറോണും മറ്റൊരു ന്യൂറോണിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയിനായി കണക്ട് ചെയ്തിട്ടുള്ള ഈ ന്യൂറോൺ സെല്ലുകൾ ഫൈനലി അത് എവിടെ എത്തിക്കുന്നു, നമ്മുടെ പ്രധാന ഘടകങ്ങളിൽ ഒരു ഇമ്പോർട്ടന്റ് വ്യക്തിയായ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം സ്പൈനൽ കോഡിൽ എത്തുന്നു. ഓക്കെ, സ്പൈനൽ കോഡിൽ എത്തിയതിനു ശേഷം പിന്നെ അത് അവിടുന്ന് എങ്ങോട്ടേക്ക് എത്തുന്നു, ബ്രെയിനിൽ എത്തുന്നു. നമ്മൾ ഈ ഒരു സിനാപ്സ് വരെയാണ് എന്തൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയി പഠിച്ചത് അല്ലെ. നിങ്ങളുടെ സിലബസിനനുസരിച്ച് ഡീറ്റെയിൽ പഠിച്ചു. വരും ക്ലാസ്സുകളിൽ ഇനി ന്യൂറോൺസിന്റെ ടൈപ്സ് ഉണ്ടോ, എന്തൊക്കെ ടൈപ്പ് ന്യൂറോൺസ് ഉണ്ട്, ആവേഗങ്ങളെ തലച്ചോറിലേക്ക് മാത്രം എത്തിക്കാനാണോ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന് മാത്രം എത്തിക്കുന്നതാണോ അല്ലെങ്കിൽ തിരിച്ചെത്തിക്കുന്ന ന്യൂറോൺസ് ഉണ്ടോ, അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ന്യൂറോൺസിന് ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്പൈനൽ കോഡിന്റെ ഘടന, അതുപോലെ ബ്രെയിനിന്റെ ഘടന. വളരെ ഇലാബറേറ്റഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടന സ്ഥിതിവിശേഷമാണ് നമ്മുടെ ബ്രെയിൻ കാഴ്ചവെക്കുന്നത്. അപ്പോൾ രസകരമായ ആ ടോപ്പിക്കുകളുമായി അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതിന് മുന്നേ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ ക്ലാസ്സിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദമായ ഒരു നോട്ട് നിങ്ങളുടെ കൈപ്പടയിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. കാരണം അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ഇതിന്റെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഒരു കോൾ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ മറ്റൊരു ഉപാധിയിലൂടെ നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കുക. ഒരു ക്ലാസ് കണ്ട് അതിന്റെ നോട്ട് തയ്യാറാക്കി ആ നോട്ട് നോക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കരുത്തരായ ഒരു പോരാളികളെ പോലെ നിങ്ങളുടെ ഈ SLC വർഷം ഉന്നത വിജയം നേടുവാൻ വേണ്ടി പ്രയത്നിക്കുമെന്ന് ഞാൻ കരുതുന്നു. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഈ രസകരമായതും കൗതുകമായ ഈ വസ്തുതകളുമായി ഞാൻ വരുന്നതാണ്. ബൈ.